എന്നിട്ടല്ലേ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ പോയ ദിവസം കേട്ടോ. അവളെ കാണാനുള്ള പ്രത്യേക റീസൺ എന്താണെന്ന് വെച്ചാൽ അവളെ വെഡിങ് ആനിവേഴ്സറിയായിട്ട് ഹസ്ബൻഡ് എന്ത് ചെയ്തു, അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ എന്നെയായിട്ട് ഏൽപ്പിച്ചത്. അപ്പം ഞാൻ ഗിഫ്റ്റൊക്കെ മേടിച്ച് സർപ്രൈസായിട്ട് ന്യൂറ റെസ്റ്റോറൻറ്റിൽ വെച്ച് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ എത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി കൈയൊക്കെ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞപ്പോൾ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് മേടിക്കാൻ പറഞ്ഞ ഗിഫ്റ്റൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. അവൾക്ക് ഡ്രസ്സും കുറച്ച് ചോക്ലേറ്റൊക്കെ ഇട്ട് മേടിക്കാൻ പറഞ്ഞു. മോനിക്ക് ചെറിയ ടോയും വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അവൾക്ക് കൊടുത്തിട്ടോ. അവൾ 2 ദിവസമായിട്ട് ഹസ്ബൻഡായിട്ട് പിണങ്ങിയിരിക്കുക എന്ന് പറഞ്ഞതിനിടയിൽ പെട്ടെന്ന് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ആകെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടു. കാരണം പ്രതീക്ഷിച്ചില്ല, അവൾക്ക് പെട്ടെന്ന് കിട്ടിയപ്പോൾ ആകെ എന്താ വിട്ടു കേട്ടോ. എന്നിട്ട് അവൾ എന്ത് ചെയ്തു, ഗിഫ്റ്റുകളൊക്കെ ഇഷ്ടമായി, ഡ്രസ്സും കാര്യങ്ങളും ചോക്ലേറ്റൊക്കെ ഇഷ്ടമായി. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ ബീഫ് മന്തിയും അവൾ മട്ടൻ മന്തി കേട്ടോ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അടിപൊളി സാധനമായിരുന്നു കേട്ടോ മന്തി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ നമ്മുടെ മായനൂർ പാലുണ്ടല്ലോ അതിലടിയിൽ ചെന്ന് കുറച്ച് നേരം ഞങ്ങൾ രണ്ടാളും കുട്ടികളും ഒക്കെ ആയിട്ട് കുറച്ച് നേരം അതിൻ്റെ അടിയിൽ നിന്ന് കളിച്ചു ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ലാൻഡ് തിയേറ്ററിലേക്ക് വിട്ടു കേട്ടോ. അവിടെ നമുക്ക് കുട്ടികൾ കളിക്കാനുള്ള ചെറിയ ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ ലുലു മാളിലുള്ള പോലെ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അവിടെ കയറി ചെന്ന് എന്താ കുട്ടികൾക്ക് അവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളൊരു കാർഡൊക്കെ എടുത്ത് നേരെ കുട്ടികളെ നമ്മളെ കുഞ്ഞി പാർക്കിലേക്ക് സെറ്റ് ചെയ്ത് വിട്ടു കേട്ടോ. അവരെ നല്ല അടിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്നിട്ട് നേരെ എന്ത് ചെയ്തു എന്നറിയോ, നമ്മൾ എന്താ 3D കാണാൻ വേണ്ടി കയറിയേ. അപ്പോൾ ഞങ്ങൾ ഇതാ നല്ല അടിപൊളി ഹൊറർ മൂവി കേട്ടോ വെച്ചാന്നുണ്ടായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ കണ്ടതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് രണ്ടാക്കിട്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് 10 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാ. അപ്പം അതിന് ഞങ്ങൾ ആ ഒരുമിച്ചുള്ള പണ്ടത്തെ ഞങ്ങളെ ഞങ്ങൾക്ക് ആ ടൈമിലൊക്കെ തിരിച്ച്